ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരൊറ്റ ചമ്മന്തി മതി ഒരു പാറ ചോറുണ്ണാൻ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നോക്കല്ലേ? എന്നാ കണ്ടോളൂ. ആദ്യം ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കാം. എണ്ണ നല്ല ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക്, എന്നിട്ട് അത് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അതങ്ങനെ പൊട്ടുന്നത് നോക്കിയിരിക്കുമ്പോൾ അതിലേക്ക് ഉലുവയിടാൻ സമയമായി. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഉലുവയും കടുകും ശരിയായി വരുമ്പോൾ അടുത്താണ്, അതായത് നമ്മുടെ ഇഞ്ചി മുട്ടായിലെ മെയിനാണ് ഇഞ്ചി. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കുറച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇഞ്ചി ശരിയായി വരുമ്പോഴത്തേനും നമ്മുടെ ഡുണ്ടുമണി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. അങ്ങനെ ഇതൊക്കെ നന്നായി വഴന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് അടുത്ത ആളിടാൻ സമയമായി. അത് മറ്റാരുമല്ല, നമ്മുടെ സുന്ദരിയായ ഉണക്കമുളക്. സുന്ദരിയായ ഉണക്കമുളകിനെ ഒരു 5-6 നടുവൊടിച്ചിട്ടത് അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റുക. അങ്ങനെ ഇതൊക്കെ കൂടെ അങ്ങനെ ആസ്വദിച്ച് വഴറ്റിക്കൊണ്ടിരിക്കുക. കരിഞ്ഞു പോവാണ്ട് നോക്കണേ. ഇപ്പോൾ ഇതൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് പുളിയാണ്, കുരു കളഞ്ഞിട്ടുള്ള കുറച്ച് പുളി. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം. ഇനി കുറച്ച് ഉപ്പും മധുരവും പുളിയും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഉപ്പും പുളിയും മധുരവും എരിവും ഒക്കെ നന്നായി അങ്ങോട്ട് മിക്സ് ആവട്ടെ. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ ചമ്മന്തി. എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.